കല്യാണത്തിന് പോകാൻ വേണ്ടി രാവിലെ തന്നെ റെഡിയായി കേട്ടോ. അപ്പോൾ ലൂയിയുടെ ഫുഡും അതേപോലെ തന്നെ പാലൊക്കെ റെഡിയാക്കി വെച്ച് കൊടുത്തിട്ട് വേണം കൊണ്ടുപോകാൻ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ റെഡിയായി ഹാളിലെത്തി. പെണ്ണിൻ്റെ വീട്ടിലാണ് കേട്ടോ താലികെട്ട് വരാം. അപ്പോൾ താലികെട്ടാൻ ഇന്ന് അവരുടെ അമ്പലത്തിലാണ്, അമ്പലത്തിലെ ഹാളിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ റെഡിയായിട്ട് അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് ചെക്കനെ വെൽക്കം ചെയ്യുന്നൊരു പരിപാടിയാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് ചെക്കൻ്റെ വീട്ടുകാരെ അവർ അകത്തോട്ട് കയറ്റും, പിന്നെ പെണ്ണ് വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലായിടത്തും. എന്നാലും ഞാൻ വെറുതെ പറഞ്ഞു എന്നുള്ളൂ. അങ്ങനെ പെണ്ണ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര സിമ്പിളായിട്ട് ഒരുങ്ങി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലൂയി ഏത് വിളക്ക് കണ്ടാലും അപ്പോൾ അവിടെ പോയി തൊഴു കേട്ടോ. ഇതൊക്കെ തന്നെയായിരുന്നു സ്ഥിരം പരിപാടി. അപ്പോൾ ഇങ്ങനെ കുറേ സീനുകൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ താലികെട്ടായിരുന്നു കേട്ടോ. ഈ ക്യാമറാമാൻമാർ നിൽക്കുന്ന നേരം നമുക്ക് ശരിക്കും കാണുന്നുണ്ടായിരുന്നില്ല, എന്നാലും ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ താലികെട്ട് കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി കയറി നിന്ന് കേട്ടോ. ഞങ്ങളും അതിൻ്റെ ബാക്കിലുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അങ്ങനെ അതൊക്കെ കൊടുക്കുന്ന ഒരു ചടങ്ങായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുത്തു. അതിനുശേഷം ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ലൂയിനെ ഞാൻ അവിടെ ചേട്ടനെ ഏൽപ്പിച്ചിട്ടാണ് ഇവിടെ സ്റ്റേജിൽ കയറിയത് കേട്ടോ. അപ്പോൾ ലൂയും ചേട്ടനും കൂടെ അവിടെ ഓട്ടം നടക്കുന്നുണ്ട്. ലൂയി സ്റ്റേജിൽ കയറാൻ വേണ്ടിയിട്ട് തന്ത്രപ്പാട് വിടുന്നുണ്ടായിരുന്നു. ചേട്ടൻ കയറ്റുന്നുണ്ടായിരുന്നില്ല. സ്റ്റേജിൽ കയറ്റുന്നതിൽ ശരിയാവില്ല. അതിനുശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. അപ്പോൾ ലൂയിനെയും പിടിച്ചിരുത്തിയിട്ടുണ്ട്. ലൂയി ഫുഡ് കഴിക്കാൻ ഒരു ചാൻസും ഇല്ല. വല്ല ഉപ്പേരിയോ ശർക്കര വരട്ടിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കൊടുത്തിരുത്താന്നുള്ളൊരു പ്ലാനായിരുന്നു കേട്ടോ. പിന്നെ പായസം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ കയറ്റി ഇരുത്തിയത് തന്നെ. സദ്യയൊക്കെ നല്ലതായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല കറികളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഈ ഇതിൽ വരുന്ന ഒരു ബീഫ് കറി പോലത്തെ ഒരു കറി ഉണ്ടല്ലോ, ബീഫല്ല നോൺ വെജ് എന്നും പറഞ്ഞിട്ട് അവരിങ്ങനെ വെറുതെ തരുന്ന ഒരു കറിയുണ്ട്, ഉരുളക്കിഴങ്ങ് സോയാബീനൊക്കെ ഇട്ട്. അത് അടിപൊളിയായിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകുന്നൊരു ചടങ്ങാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബൊക്ക ആ വക സാധനങ്ങളൊക്കെ കൊണ്ടുപോകുമല്ലോ, അമ്മ അതെല്ലാം പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് പോകുന്നതാണ്.